നമസ്കാരം. പ്രധാന വാർത്തകൾ. തനിക്കുള്ള പിന്തുണ വെറുപ്പിന്റെ പ്രചാരണവേദിയാക്കരുത്. രമേശ് നാരായണൻ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ച ആസിഫ് അലി. തിരുവനന്തപുരം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ പുതിയ സിനിമയുടെ പ്രചരണാർത്ഥം എത്തിയപ്പോഴായിരുന്നു ആസിഫിന്റെ പ്രതികരണം. തന്റെ മേലുള്ള സ്നേഹം മറ്റൊരാളുടെ മേലുള്ള വെറുപ്പായി മാറരുതെന്നും അത് തന്റെ അപേക്ഷയാണെന്നുമായിരുന്നു ആസിഫ് അലിയുടെ പ്രതികരണം. രമേശ് നാരായണൻ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമം തനിക്ക് മനസ്സിലാകും. ദയവ് ചെയ്ത് ഇതൊരു ഹേറ്റ് ക്യാമ്പയിനായി മാറരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സിനിമയുമായി ഒരു ബന്ധവുമില്ലാതെ വന്ന് നിങ്ങളുടെയെല്ലാം സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നതാണ് തന്റെ ഏറ്റവും വലിയ സന്തോഷമെന്നും ആസിഫ് അലി വ്യക്തമാക്കി. വിവാദത്തിൽ വിശദമായ പ്രതികരണം വൈകാതെ നടത്തുമെന്നും ആസിഫ് അലി അറിയിച്ചിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസ് എംപിയുടെ മാതാവ് അന്തരിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ മാതാവ് പൈങ്ങോട്ടൂർ ഏനാനിക്കൽ റോസമ്മ കുര്യാക്കോസ് നിര്യാതയായി. 68 വയസ്സായിരുന്നു. കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. മൃതദേഹം നാളെ വൈകിട്ട് 4 മണിക്ക് പൈങ്ങോട്ടൂർ കുളപ്പുറത്തെ സ്വഭവനത്തിൽ എത്തിക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. സംസ്കാരം കുളപ്പുറം കാൽവരിഗിരി പള്ളി സെമിത്തേരി കുടുംബക്കല്ലറയിൽ നടക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജൂലൈ മാസത്തെ മാത്രം ഭണ്ഡാരവരവ് 4.72 കോടി രൂപ. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 2024 ജൂലൈയിലെ ഭണ്ഡാരം എണ്ണൽ പൂർത്തിയായപ്പോൾ ലഭിച്ചത് 4,73,69,284 രൂപ. കൂടാതെ 2 കിലോ 134 ഗ്രാമോളം സ്വർണവും 10 കിലോ 340 ഗ്രാം വെള്ളിയും നേർച്ചയായി ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000 രൂപയുടെ 15ഉം നിരോധിച്ച 1000 രൂപയുടെ 5ഉം 500ന്റെ 48 കറൻസിയും ലഭിച്ചു. ഇന്ത്യൻ ബാങ്ക് ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഈ ഭണ്ഡാരവരവ് SBI വഴി 3.21 ലക്ഷം രൂപയും കിഴക്കേ നടയിലെ SBIയുടെ ഈ ഭണ്ഡാരം വഴി 3,21,612 രൂപയും ലഭിച്ചു. സ്ഥിരം ഭണ്ഡാരവരവിന് പുറമെയാണിത്. UBI വഴിയുള്ള ഈ ഭണ്ഡാരവരവ് 28,600 രൂപയാണ്. പാമ്പുകടി ഏറ്റിട്ടില്ല. സംശയത്തിന്റെ പേരിൽ റഫർ ചെയ്തത് ശരിയായില്ല. നിഷേധിച്ച ആരോഗ്യവകുപ്പ് ഡയറക്ടർ. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ യുവതിക്ക് പാമ്പുകടിയേറ്റ സംഭവത്തിൽ ട്വിസ്റ്റ്. യുവതിക്ക് പാമ്പുകടി ഏറ്റിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന വെളിപ്പെടുത്തി. വിശദമായ പരിശോധനയിൽ പാമ്പുകടി ഏറ്റിട്ടില്ലെന്നും ബോധ്യമായതായും പാമ്പുകടിയേറ്റ സംശയത്തിൽ യുവതിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത നടപടി ഉചിതമായില്ലെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിൽ ആന്റിവനം അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ തന്നെ അമ്മയെ നിരീക്ഷണത്തിൽ പാർപ്പിക്കാമായിരുന്നു എന്നും DHS പറഞ്ഞു. വിഷമില്ലാത്ത പാമ്പിനെയാണ് പുറത്ത് ചൂലിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കുട്ടി പുറത്ത് മൂത്രമൊഴിച്ചത് കഴുകാൻ പോയപ്പോഴാണ് ചൂലിൽ പാമ്പിനെ കണ്ടത്. സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ടിനോടും ഡോക്ടറോടും വിശദീകരണം തേടി. കണ്ണൂരിൽ കിട്ടിയ നിധിക്ക് 200 വർഷം പഴക്കം. കണ്ണൂർ ജില്ലയിലെ ചെങ്ങളായിൽ നിന്നും കണ്ടെത്തിയത് 200 വർഷം പഴക്കമുള്ള വസ്തുക്കളെന്ന് പുരാവസ്തു വകുപ്പ്. പുരാവസ്തുക്കളിൽ ഇൻഡോ ഫ്രഞ്ച് നാണയവും വീരരായൻ പണവും ഉൾപ്പെടുന്നു. അറക്കൽ രാജവംശം ഉപയോഗിച്ച നാണയങ്ങളുമുണ്ട് ഇവയിൽ. നിധി കണ്ടെടുത്ത സ്ഥലത്ത് കൂടുതൽ പരിശോധനയുടെ ആവശ്യമില്ലെന്നും പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കി. വെനീസിലെ 3 പ്രഭുക്കന്മാരുടെ സ്വർണ്ണ നാണയങ്ങളാണ് ആഭരണങ്ങളാക്കി മാറ്റിയത്. ഇവ 17-18 നൂറ്റാണ്ടിൽ ഉപയോഗിച്ചതാണെന്നും പുരാവസ്തു വകുപ്പ് പറഞ്ഞു. ബൈജൂസിനെ പാപ്പരായി പ്രഖ്യാപിക്കും. നടപടികൾ ആരംഭിച്ചു. എഡ്യൂടെക് കമ്പനിയായ ബൈജൂസിനെ പാപ്പർ കമ്പനിയായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി റിപ്പോർട്ട്. ബംഗളൂരുവിലെ ദേശീയ കമ്പനി കാര്യ ട്രൈബ്യൂണലാണ് ബൈജൂസ് കമ്പനിയെ പാപ്പരായി പ്രഖ്യാപിക്കാൻ ഉത്തരവിട്ടത്. ദേശീയ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർഷിപ്പ് ഇനത്തിൽ ബൈജൂസ് 158 കോടി രൂപ തരാനുണ്ടെന്ന് കാണിച്ച് BCCI നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ബൈജൂസിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും പാപ്പരായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾക്കും കോടതി പ്രതിനിധിയെ നിയമിച്ചു. ബൈജൂസിലെ നിക്ഷേപകരോടും ജീവനക്കാരോടും കിട്ടാനുള്ള പണത്തിന്റെ ക്ലെയിമുകൾ നൽകാൻ ട്രൈബ്യൂണൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ട്രൈബ്യൂണൽ ഉത്തരവ് മേൽക്കോടതിയിൽ നേരിടുമെന്ന് ബൈജു രവീന്ദ്രൻ പ്രതികരിച്ചു. എന്നാൽ മേൽക്കോടതികളിൽ നിന്നും ബൈജുവിന് അനുകൂല ഉത്തരവ് ലഭിക്കാൻ സാധ്യത കുറവാണെന്നാണ് മാനേജ്മെന്റ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. കൊല്ലത്ത് പോസ്റ്റ് ഓഫീസ് കത്തി നശിച്ചു. രേഖകളും കമ്പ്യൂട്ടറുകളും ചാമ്പലായി.
കൊല്ലം കളക്ടറേറ്റിന് സമീപത്തെ പോസ്റ്റ് ഓഫീസ് കത്തി നശിച്ചു. ഇന്നലെ രാത്രിയിൽ ഉണ്ടായ തീപിടുത്തം ഇന്ന് ജീവനക്കാർ എത്തിയതോടെയാണ് അറിഞ്ഞത്. ഓഫീസിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളും രേഖകളും കത്തി നശിച്ചു. ജീവനക്കാർ എത്തിയപ്പോൾ പോസ്റ്റ് ഓഫീസ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജോയിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. ആമിയഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ അപകടത്തിൽ മരിച്ച ജോയിയുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായമാണ് പ്രഖ്യാപിച്ചത്. ജോയിയുടെ അമ്മയ്ക്കാണ് പണം അനുവദിച്ചത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ജോയിയുടെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്ന് ജനപ്രതിനിധികൾ അറിയിച്ചിരുന്നു. ഈ ഉറപ്പാണ് പാലിക്കപ്പെട്ടത്. കോട്ടയം വെച്ചൂർ പഞ്ചായത്തിൽ പക്ഷികളുടെ വിൽപ്പന നിരോധിച്ചു. നടപടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ. കോട്ടയം വെച്ചൂർ പഞ്ചായത്തിൽ പക്ഷികളുടെ വിൽപ്പന നിരോധിച്ചു. വെച്ചൂർ പഞ്ചായത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെയാണ് നടപടി. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ നിരോധനം തുടരുമെന്നാണ് വിവരം. പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിൽ ആലപ്പുഴയിൽ കോഴി താറാവ് വിപണനത്തിന് 8 മാസത്തേക്ക് കൂടി നിരോധനം ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നറിയിച്ച് കോഴി താറാവ് കർഷകർ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. കള്ളിംഗ് നടത്തിയതിന്റെ നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും കടക്കണിയിലാണെന്നും മന്ത്രിയുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്നും കർഷകർ അറിയിച്ചു. കർഷകരുടെ യോഗം വിളിക്കാൻ മന്ത്രി തയ്യാറാകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ചർച്ച നടത്തിയില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നും കർഷകർ മുന്നറിയിപ്പ് നൽകി. കൃഷിയിറക്കാനെത്തിയ നഞ്ചിയമ്മയെ തടഞ്ഞ ഉദ്യോഗസ്ഥർ. അഗളിയിലെ ഭൂമിയിൽ കൃഷിയിറക്കാനെത്തിയ ദേശീയ അവാർഡ് ജേതാവ് ഗായിക നഞ്ചിയമ്മയെയും ബന്ധുക്കളെയും തടഞ്ഞു. പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്നാണ് തടഞ്ഞത്. ആദിവാസി ഭൂമി അന്യാധീനപ്പെടൽ തടയൽ നിയമപ്രകാരമുള്ള വിധിയിലൂടെ ലഭിച്ച ഭൂമിയിൽ കൃഷിയിറക്കാനെത്തിയപ്പോഴായിരുന്നു സംഭവം. ഭൂമി ഉഴുത് കൃഷിയിറക്കാൻ ട്രാക്ടറുമായാണ് നഞ്ചിയമ്മ എത്തിയത്. ഭൂമിക്ക് ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാലാണ് നഞ്ചിയമ്മയെ തടഞ്ഞതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ വ്യാജരേഖയുണ്ടാക്കി ഭൂമി കൈവശപ്പെടുത്താൻ ചിലർക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്ത് നൽകുകയാണെന്ന് നഞ്ചിയമ്മ ആരോപിച്ചു. കന്ദസ്വാമി ബോയൽ എന്ന ആളും തന്റെ ഭർത്താവും തമ്മിലുള്ള TLA കേസിൽ 2023 അനുകൂല വിധി ഉണ്ടായെന്നും നഞ്ചിയമ്മ പറഞ്ഞു.